മനസ്സിലായ ഒരു പങ്ക്തി കൂടിയും ഞാൻ ആരും പറയിപ്പിക്കാണ്ട് എന്തും സോഷ്യൽ വാക്ക് പറയാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹത്തിന് ഉടമ്പടി ഇല്ലാണ്ട് സ്പിരിച്വൽ ബ്രൈഡിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ കല്യാണം നടത്തില്ല എന്ന് പറയട്ടെ, എന്ത് സ്റ്റേജ് പെർഫോമൻസ് നടന്നാലും നിങ്ങൾ ദൂരം മറന്ന് ഗോവയിലായിക്കോട്ടെ 9 വർഷം ആയിക്കോട്ടെ, അവിടെ ആരും ചെറിയ പെൺകുട്ടി അവർക്ക് എന്താ പറയുക, വിദ്യാഭ്യാസം ഇല്ലാത്ത ഗാഡ് എന്ന് പറഞ്ഞിട്ട് അവർ ചിലർ ഹിന്ദുസ് നോക്കണേ ഇത് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധമായിട്ട് കിടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അറിയാം, അവർക്ക് വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അവർ എന്താ പറയണത്, അവർ മാറി നിന്ന് ഉള്ള കാര്യം എന്ത് ചെയ്താലും നിങ്ങൾ എന്ത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് അവരോട് എന്ത് പറയാലും നിങ്ങൾ പറഞ്ഞ അപ്പോൾ എൻ്റെ മുഖം വ്യത്യാസമുണ്ട്, ഞാൻ എപ്പോഴും പ്ലാനായിട്ടിരിക്കില്ല. അവർ കാണുമെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് പല എക്സ്പ്രഷൻ വരും. സന്തോഷം എല്ലാം ഒരു തരം ഏത് ശ്രീദേവി 2013-2024 മരിച്ച പോലെ ഗോവയിൽ പോയി തിരിച്ചു, അങ്ങനെ അതല്ല പറയണത്. ഒരു പ്രത്യേക രീതിയിൽ ഒരു തരം എടുപ്പിലൊരു അതുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അവർ ഇങ്ങോട്ട് വരാണ്ട് ചേർപ്പിള്ളേർക്ക് എന്താ പറയുക, അതും ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയി 4 വർഷം അവരെന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അതിനെ തൊടാനാ, ഞാൻ അവരെ തൊടാനാ, ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാനാ, ഒന്നും പോയില്ലെങ്കിൽ കുടുക്ക കഴിക്കാനും. ഹിന്ദി കുട്ടികൾ ആരും കോപ്പി ചെയ്യണ്ട. അപ്പോൾ ആരും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണ കാര്യം പറഞ്ഞേ. അന്ന് തിരിച്ചെന്നിട്ട് മാമ പാപ്പനും ബ്ലഡ് ഫ്ലോ ബുദ്ധിസ്റ്റ് അനുസരിച്ച് വെച്ച് അവിടുന്ന് 11 വയസ്സ് അങ്ങനെ 11 വയസ്സ് എങ്ങനെയാണ് ഇത്രയും അങ്ങനെ ഉണ്ടെങ്കിലും ചെറിയ മനുഷ്യനാന്ന് തോന്നുക പറയണ രീതിയില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് കറക്റ്റ് കണക്കിനനുസരിച്ച് നടന്നു. എന്താ വെച്ചാൽ സെക്യൂരിറ്റി അങ്ങനത്തെ നഴ്സൊക്കെ ആക്ടിങ് കാണിക്കാൻ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും വൃത്തിയുടെ സ്ഥലത്ത് പോകേണ്ടി വരും. അവിടെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞാലും ആരും അങ്ങനെ അധികം പറയാൻ പോകുന്നതിനെ കുറിച്ച് സാധാരണ രീതി നടന്നു. ചെറിയ 2 എന്തെങ്കിലും നടന്നു എന്ന് വിചാരിച്ചിട്ട് ആരും എങ്ങനെയോ വന്നു എഴുന്നേറ്റു എന്ന് പറയുള്ളൂ. അതുകൊണ്ട് 11 വയസ്സുകാരൻ മിറാക്കിൾ ചെയ്തു അങ്ങനെ അങ്ങോട്ട് പറയില്ല ആരും. പ്രത്യേകിച്ച് റോമൻ കാത്തലിക്സ് ക്രിസ്ത്യൻസ് അല്ല, അവർ വിപരീതം ചെയ്യണവരാണ്. അപ്പോൾ അവരങ്ങനെ പറയില്ല. മെറ്റീരിയലിസ്റ്റിക് ശിഖണ്ഡികളെ ആരാധിക്കണവരും ഇത് പറയില്ല. സാധാരണ എവിടെ വരെ എത്തും, വൃത്തിയുള്ള സെക്കൻഡ് ടൈം പോയി എങ്ങനെയൊക്കെ വരണേ ആ രീതിയിൽ വരണുള്ളൂ. കേരള ഫ്ലഡ്സ് വന്ന് ഒരു വീഡിയോ അവിടെ പറയേണ്ട, അത് നിർത്താൻ പറയും. കേരള ഫ്ലഡ്സ് എന്ത് വന്നാലും ആ സമയത്ത് വന്നാലും അത് വെള്ളം ഇങ്ങനെ ഫുള്ളായിട്ട് വന്ന് വെള്ളപ്പൊക്കം എന്ത് വന്നു കഴിഞ്ഞാലും ആ സമയത്തിന് വരുന്ന രീതി പറയണേ. കണക്ക്, സമയം, ജഡ്ജ്മെൻറ്റ്, ഫോർച്യൂൺ, ലക്ക് എന്നൊക്കെ പറയണ രീതി പറയണേ. കള്ളനെ പോലെ വരുന്ന അതുകൊണ്ട് പറയണേ. അതുപോലെ നിങ്ങൾ ചിന്തിക്കണ കാര്യം ഞാൻ ചിന്തിക്കണല്ലേ, അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ വാക്ക് ഉപയോഗിക്കാത്തത്. ആരും എന്നോട് സോഷ്യൽ വാക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ തൊട്ടായാലും ഗോവ ഇവിടെ ഏത് എന്നോട് വൃത്തിയായിട്ട വാക്ക് പറയണല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ പറയണല്ലേ ഇങ്ങനെയുള്ളവരെ കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ പറയാണ്ട് ഞാൻ ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കാൻ പോകില്ല. അപ്പോൾ നിന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അർത്ഥം. നീ ഞാൻ ചിന്തിക്കണം. എന്ത് ക്ഷണിച്ചാലും ഇങ്ങനെ വൃത്തിയോട് പറഞ്ഞാൽ ആകെ ഇതായിട്ട് നടക്കണല്ലേ. തലയ്ക്ക് സുഖമില്ലാത്തവർ പലതും പറയും. അതുകൊണ്ട് നിങ്ങളാണ് പെൺകുട്ടികളാണെങ്കിൽ മൊത്തം സംസാരിക്കുന്നത്. ആ സമയത്ത് തിരിച്ച് പ്രശ്നം സ്നേഹിക്കുന്ന രീതിയാണ് പറയണേ. സംസാരിച്ച് ഡിസ്കഷൻ ചെയ്ത് ഒരു സമയം വരുമ്പോൾ വരണ രീതി പറയണേ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം വിഡിത്തം, ഞാൻ ചിന്തിക്കണല്ലേ, അത്രയേ ഉള്ളൂ. എനിക്ക് പല രീതിയിലുണ്ട്. ഡ്രങ്കായിട്ട് കുടിച്ച് നടക്കണവർ എനിക്ക് ഇഷ്ടമില്ല എന്നല്ല. നിങ്ങൾ വിപരീതം ചെയ്തിട്ട് നിങ്ങളുടെ ശോഷാവസ്ഥ കൊണ്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എത്ര 30-100 പേര് പറയും എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടണമല്ലോ. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ പറയണേ. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കണമില്ല. ബെല്ലടിച്ച് സംസാരിക്കണവർ നിങ്ങൾ ഷിജീനും ഷോറുഖാനും ഫേക്ക് അഫ്താബും തന്നേ തള്ളയും കുളിച്ച് കണ്ടികളാഴ്ച പറയിപ്പിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ഭേദം ചാവുന്നതല്ലേ, പറയിപ്പിക്കാണ്ട് പറയാൻ അറിയില്ല. അപ്പോൾ കുടിച്ചിട്ടകടിച്ചിരിക്കണ ഫ്രൈഡ് റൈസിൽ തുപ്പി അതും ഛർദ്ദിച്ച് രാത്രിയും ബെല്ലടിച്ച് കുടിച്ചിട്ടകടിച്ച ഷിജീനും അവരുടെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടി അതില്ല. നീ പെണ്ണുങ്ങൾ കുടിച്ചിട്ടകടിച്ചിരിക്കണ ഇതിന് അധികം 10,000 പേര് കൂടുതൽ കുടിച്ചിട്ടകടിച്ച് ഫെലിസ ഭക്ഷണം ചെയ്തിട്ട് സ്വന്തം വീട്ടുമുറ്റി കുടിച്ചിട്ട് അവരായിട്ട് നിങ്ങൾ ഡിസ്കഷൻ എന്ന് പറയാൻ പറ്റില്ല. വിഡിത്തം. കുടിച്ചിട്ടകടിച്ചിരിക്കുക, ഫെലിസ അബോർഷൻ പ്രഗ്നൻ്റ് ആയിട്ട് അബോർഷൻ ചെയ്യുക. അതിന് അബോർഷൻ ചെയ്ത് മടുത്ത് അത് എന്താ കൊതി, കുശുമ്പ്, ആസക്തി, വൈരാഗ്യം, ദേഷ്യം, വഞ്ചന എല്ലാം കൂടി കലർന്നിട്ട് വൈരാഗ്യം, ജീവനുള്ള ദൈവത്തെ പോലെ ആവണം വിചാരിച്ചിട്ട് ഒരിക്കലും ആവാൻ പോലുള്ള കുത്താൻ വേണ്ടികൾ. എന്നിട്ട് പിൽസ് കഴിച്ച് അങ്ങനെ ആവണം എന്ന് വിചാരിച്ചിട്ട് മക്കളെ വളർത്താൻ നോക്കില്ല. എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കണം സ്നേഹിക്കുക. സ്പിരിച്വൽ ബ്രൈഡ് വിഭാഗത്തിനോട് പടി ഇല്ലാണ്ടൊക്കെ സ്പിരിച്വൽ ബ്രൈഡ് അവരെ ഈ അബോർഷൻ ചെയ്ത് പിൽസും കഴിച്ച് ധൈര്യം ഇല്ലാണ്ട് ശ്വാസം മുട്ടി ഇങ്ങനെയുള്ള കള്ളും കുടിച്ചിട്ട് മക്കളെ ഡ്രഗ് കുടിപ്പിച്ച് സ്വയം ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് മറവി രോഗമുള്ളവർ തള്ളയും പഴകിയവർ ഇവരെ വളർത്തിയിട്ട് ഇറങ്ങി നീക്കേണ്ട കാര്യമുണ്ട്. കുടിച്ച് ഡ്രഗ് അടിപ്പിച്ച് പിൽസ് അബോർഷൻ കഴിപ്പിച്ച് ഇല്ലാണ്ടാക്കുക, ശ്വാസം മുട്ടി ഇങ്ങനെയുള്ള ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആയിരുന്നു മുട്ടിച്ചാവുക. സ്വന്തം പേര് ഉള്ള കാര്യം സംസാരിക്കാൻ അറിയില്ല, പേര് വിളിക്കാറില്ല. എന്നിട്ട്
ഏതോ വിഡ്ഢികളെ പോലെ വൃത്തികേട് പറഞ്ഞ് അവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, ഞാൻ ഡിപ്പെൻഡ് ചെയ്യണല്ലേ, ശോഷിച്ച വാക്കും പറഞ്ഞ് കുടിച്ചും ഡ്രഗ് അടിച്ച് ഏതോ രീതിയിലായിരുന്നു കുട്ടി ചാവുക. അല്ലെങ്കിൽ ഞങ്ങളായിരുന്നു കുട്ടി കുറേ പേരെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അവരെ തലയുടെ മുകളിൽ കയറ്റി വെച്ചിട്ട് അവരുടെ മൂഡ് മണത്തിട്ട് സ്വയം വെടിച്ച് ചാവുമ്പോൾ, ഹിന്ദി കുട്ടികളാരും കോപ്പി ചെയ്യാൻ പോകണല്ലേ, സ്വയം വെടിച്ച് ചാവുമ്പോൾ അവർ അതും കൈകൊട്ടി രസിച്ച് ഞങ്ങളായിരുന്നു കുട്ടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കൈകൊട്ടി രസിച്ച് കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കും. എന്താ കാര്യം? എവിടെ നിന്ന് ഏത് ജീനിന്ന് എന്താ പറയണം, ജീൻസിന്ന് എന്താ പറയണമെന്ന് അറിയാണ്ട് കുറേ ഹിന്ദുസായി മാറിയവർ മെറ്റീരിയലിസ്റ്റിക് മോന്തകൾ, തോൽക്കാൻ പിടിച്ച മോന്തകൾ കൊണ്ടിട്ട് ഡ്രഗ് അടിച്ചിരിക്കും. എന്താ കാര്യം? ഡ്രഗ് അടിച്ചിരിക്കണവർ ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് വന്നാൽ തിരിച്ചെന്തെങ്കിലും പറയാൻ എതിർക്കാൻ പറ്റുമോ? ഇല്ല. ഡ്രഗ് അടിച്ചു ധൈര്യം ഇല്ലാത്തവരാണ്. എന്നിട്ട് കൊടുത്ത് ചാവേണ്ട ഒരു ആത്മാവ് വരെ ഇല്ലാണ്ടാക്കുന്ന രീതി അവർ എങ്ങനെയാണ് ജീവനോട് ദൈവം ഇഷ്ടപ്പെടുക? സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഇതില്ല, എന്ത് നിങ്ങൾക്ക് വേണമെന്നില്ല. പിന്നെ എന്തിന് എനിക്ക് നിങ്ങളാവശ്യം, നിങ്ങൾക്ക് 300 വർഷം ജീവിക്കണം, അതിൻ്റെ ഡെറൈവേറ്റീവ് വേണം, മറ്റേത് വേണം, അങ്ങനെയൊക്കെയുള്ളത്. 69 വയസ്സും 70 വയസ്സ് 90 വയസ്സ് വരെ ജീവിക്കുന്നതും ഒരു 200 വർഷം എക്സ്ട്രാ ജീവിക്കുന്നതും വ്യത്യാസം അറിയില്ലേ? എടാ, നീ വീണ്ടും ശിഖണ്ഡികളെ അരച്ച് തേജസ് നഷ്ടപ്പെട്ട് ആയുസ് നഷ്ടപ്പെട്ട് ചാവാൻ കിടക്കണവർ പറഞ്ഞിരിക്കണേ. വായിന്ന് വൃത്തികേട് വരണോ? തലയ്ക്ക് സുഖമില്ലാത്തവരാണ് 12 വയസ്സോടെ കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കും. അവരൊക്കെ ഒന്ന് തൊട്ട് പൈസ കൂടി മുഞ്ഞ പറയിക്കാൻ, തള്ളയും പറപ്പിച്ച് ശിഖണ്ഡികളെ അലപ്പിക്കാൻ, സ്വയം താല്പര്യം കൊല്ലിക്കാനും പല ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും നടക്കുന്നുണ്ട്, ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റി അറിയാണ്ട്. ഉള്ള കാര്യം ശരിക്കും പറയുമ്പോൾ വിപരീതം പറയേണ്ട കാര്യം എന്താ? എന്നിട്ട് ഡ്രഗ് അടിച്ച് ഏത് സ്ഥലത്തും ഡ്രഗ് അടിച്ച് കുടിച്ച് ഇവരെ കല്യാണം കഴിപ്പിക്കുക. ശരിക്കുള്ള നല്ലതിന് വേണ്ടി പറയുമ്പോൾ അതിന് പൊട്ടയെ കാണും. പൊട്ട ആരോട് പറഞ്ഞാൽ ഞാൻ ഡ്രഗ് അടിക്കണം അല്ലേ, ഞാൻ കുടിക്കാം, ശിഖണ്ഡികളെ ആരാധിക്കാം, അങ്ങനെയാണ് നിങ്ങൾ പറയണേ. എന്നിട്ട് അരന്ന് പൊട്ടി ചാവുമ്പോൾ ആർക്കും ആവശ്യമില്ല അവരെ. ഡ്രഗ് അടിച്ച് കൊടുത്ത് ആർക്കും വേണം അങ്ങനെയുള്ളവരെ? അവർ ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് കുളിച്ച് അടുപ്പിച്ചാൽ അവർക്ക് വേണ്ട, അവർക്കും അവരുടെ സ്വന്തം ജീവിതം വിലയല്ലേ? എന്താ കാര്യം? അതാണ് ധൈര്യം ഇല്ലാത്തവർ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്താണ് അങ്ങനെയുള്ളവർ? ധൈര്യം ഇല്ലാത്തവർ കുടിച്ച് ഡ്രഗ് അടിച്ചെടുക്കണം, അവർ പറയില്ലേ? അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പഠിക്കുക, മാറാൻ പഠിക്കുക. സ്വയം മാറാണ്ട് വീട് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും വൃത്തികെട്ട സ്ഥലത്ത് നിന്ന് എത്തി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിരുന്നു കുട്ടി വാങ്ങും. മനസ്സിലാവണ്ട? അതിനേക്കാളും കൂടുതൽ ഇങ്ങനെ അബോർഷൻ ചെയ്യണവരുടെ ഡിസ്കസ് നടക്കണല്ലേ, അതിനേക്കൂടെ വലിയതായിരുന്നു കുട്ടി വാങ്ങും. അതിന് വല്ല കാര്യമുണ്ടോ?